ഒരു കൊച്ചു കഥ പറയാം. ഒരു മനോഹരമായ ഞായറാഴ്ച രാവിലെ അനു, അമ്മു, നന്ദു എന്ന 3 കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ സൂവിലേക്ക് പോകാൻ തയ്യാറായി. അവർ അതിയായ സന്തോഷത്തിലാണ്. വാഹനത്തിലുടനീളം അവർ പറയുന്നുണ്ട്, ഇന്ന് ആന, സിംഹം, കുരങ്ങ് എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാമല്ലോ. അങ്ങനെ അവർ സൂവിൻ്റെ കവാടത്തിലെത്തി. അച്ഛൻ പറഞ്ഞു, കുട്ടികളെ, ഇവിടെ ചില നിയമങ്ങളുണ്ട്. മൃഗങ്ങളെ ശല്യപ്പെടുത്തരുത്, അവയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, എപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ ഇരിക്കണം. അമ്മയും പറഞ്ഞു, മുന്നറിയിപ്പുകൾ നമുക്ക് സുരക്ഷയായിട്ടാണ്. കുട്ടികൾ ശരിയെന്ന് പറഞ്ഞെങ്കിലും അവർ അത്ര ശ്രദ്ധിച്ചില്ല. ആദ്യം അവർ കണ്ടത് വലിയ ആനകളെയായിരുന്നു. ആനകൾ വെള്ളം തളിക്കുന്നു, പുല്ല് തിന്നുന്നു. അങ്ങനെ അതൊക്കെ കണ്ടവർ ചിരിച്ചു. പിന്നീട് അവർ സിംഹത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, മൃഗങ്ങളെ ശല്യപ്പെടുത്തരുത്. അതും അവരത്ര പരിഗണിച്ചില്ല. നന്ദു പ്രത്യേകിച്ചും അത് അവഗണിച്ചു. നന്ദു അവിടെ എത്തിയതും അവൻ അലറി വിളിക്കാൻ തുടങ്ങി. സിംഹത്തിൻ്റെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി പലതരം ശബ്ദങ്ങൾ അവൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് ചുറ്റുമുള്ള ആളുകളും ശ്രദ്ധിച്ചു. മാതാപിതാക്കൾ പറഞ്ഞു, മോനെ അരുത്, ഇത് ചെയ്യരുത്. അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ സിംഹം തിരിച്ച് ഗർജിക്കാൻ തുടങ്ങി. അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. ഇത് കണ്ട മാതാപിതാക്കളും കുട്ടികളും ഭയന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, കണ്ടോ, മുന്നറിയിപ്പ് കേൾക്കാതെ എത്ര അപകടകരമാണ്. അങ്ങനെ അവിടെ നിന്നും അവർ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങി. അടുത്തത് കുരങ്ങുകളുടെ ഭാഗമായിരുന്നു. അവിടെ വീണ്ടും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്. അതും കുട്ടികൾ അവഗണിക്കുകയാണ്. നന്ദു ബാക്കിയുള്ള കുട്ടികളും അത് കണ്ട് വളരെ ആകാംക്ഷയോടെ നിന്നപ്പോൾ അമ്മു ഒരു ബിസ്ക്കറ്റ് കൂട്ടിലേക്ക് എറിഞ്ഞു. ആദ്യം ഒരു കുരങ്ങ് വന്നു. അതിനൊപ്പം മറ്റെല്ലാം കൂടി കുരങ്ങുകൾ തമ്മിൽ തർക്കം തുടങ്ങി. കുരങ്ങുകൾ കോപത്തോടെ കൂടിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ഇനിയും ബിസ്ക്കറ്റ് വേണം, ഞങ്ങൾക്ക് മുഴുവൻ വേണം. കുട്ടികളെയും കൂടെ ആക്രമിക്കാനുള്ള ആ ഒരു ശൈലിയിലേക്ക് കുരങ്ങുകൾ മാറിയിരുന്നു. കുട്ടികൾ പേടിക്കൊണ്ട് കരഞ്ഞു. അച്ഛൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, എത്ര അപകടകരമാണ് കുട്ടികളെ. ഇവിടെ എഴുതിയ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അത് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങി. പിന്നീട് അവർ പക്ഷികളുടെ ഭാഗത്താണ് എത്തിയത്. പല നിറത്തിലുള്ള പലതരം പക്ഷികൾ, എന്ത് ഭംഗിയാണ്, അവർ തന്നെ പറഞ്ഞു. ആ പക്ഷികളെ കണ്ടപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തിലായിരുന്നു. അനു പറഞ്ഞു, കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കാം. പക്ഷികളെ കണ്ട് അവർ മതിമറന്നു. പിന്നെ അവർ കാഴ്ചകൾ കണ്ട് അങ്ങും ഇങ്ങും നടന്നു. ആൾക്കൂട്ടത്തിലും കാഴ്ചകളിലും അമ്മയുടെയും അച്ഛൻ്റെയും ശ്രദ്ധ അവരിൽ നിന്നകന്നു. അവർ മാതാപിതാക്കളെ കാണാതെ ഒരുപാട് മുന്നോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ചുറ്റിനും നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മയും അച്ഛനെയും നമ്മൾ കൂടിയില്ല. അമ്മയും അച്ഛനും എവിടെയോ ആണ്. നമ്മൾ വളരെ ദൂരെ എങ്ങനെയോ എത്തിയിരിക്കുന്നു. കുട്ടികൾ മാത്രമായി വഴിതെറ്റിയവർ. അവരെ കണ്ട ജീവനക്കാരൻ അവരുടെ അടുത്തെത്തി. ജീവനക്കാരൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത് കുട്ടികളെ? കുട്ടികൾ കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു. ജീവനക്കാരൻ അവരെ സുരക്ഷിതമായി ഓഫീസിലേക്ക് കൊണ്ടുപോയി മൈക്കിലൂടെ പ്രഖ്യാപനം നടത്തി. അതിങ്ങനെയായിരുന്നു, അനു, അമ്മു, നന്ദു ഇവരുടെ മാതാപിതാക്കൾ ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അമ്മയും അച്ഛനും ഇത് കേട്ടതും ഓഫീസിൽ ഓടിയെത്തി. കുട്ടികളെ ചേർത്ത് പിടിച്ചു. അമ്മ പറഞ്ഞു, കുട്ടികളെ, മുന്നറിയിപ്പുകൾ നമ്മളെ സംരക്ഷിക്കാനാണ്. അത് നിങ്ങൾ കേട്ടില്ലല്ലോ. അച്ഛനും പറഞ്ഞു, മുന്നറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. കുട്ടികൾ തലകുനിച്ചു. അതെ, തീർച്ചയായും അമ്മയും അച്ഛനും പറഞ്ഞു ശരി തന്നെ. ഇനി ഞങ്ങൾ അങ്ങോട്ട് എല്ലാ മുന്നറിയിപ്പുകളും അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളും തീർച്ചയായും പിന്തുടർന്ന് പോകുന്നതായിരിക്കും. കണ്ടില്ലേ, സുവിലെ ഒരു ദിവസം അത് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായി മാറി. നമ്മളെ കുട്ടികൾ എപ്പോഴും സുരക്ഷിതരായി നല്ല കുട്ടികളായി വളരണം എന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. അതിനവർ ചെയ്യേണ്ടത് എപ്പോഴും മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി പിന്തുടരുക. അവരുടെ മാതാപിതാക്കളുള്ള വാക്കുകൾ എപ്പോഴും വില നൽകി മുന്നോട്ട് നീങ്ങുക. അപ്പോൾ തന്നെ അവരുടെ ജീവിതം സുരക്ഷിതമായി തീരും.